വയനാട് ചുണ്ടേലിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഥാർ ജീപ്പ് പിടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സഹോദരങ്ങളായ സുമിൽ ഷാദ്, അജിൻ ഷാദ് എന്നിവരാണ് കേസിലെ പ്രതികൾ. തെളിവെടുപ്പ് പ്രഹസനമാണെന്നും പ്രതികളുടെ പിതാവിന്റെ പങ്കും അന്വേഷിക്കണമെന്ന് മരണപ്പെട്ട നവാസിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. രാവിലെ 11 മണിയോടെ പ്രതികളെ അപകടം നടന്ന സ്ഥലത്തെത്തിച്ചു. ജനരോക്ഷമായിരുന്ന പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. നിരവധി ജനങ്ങളും പ്രതികളെ കാണാനെത്തി. തെളിവെടുപ്പ് പ്രഹസനമാണെന്നും നാട്ടുകാരും ബന്ധുക്കളും ആരോപിച്ചു. രണ്ടാം പ്രതി അജിൻ ഷാദ് നവാസിന്റെ ഓട്ടോറിക്ഷ കടന്നുപോകുന്നത് ഫോണിലൂടെ നിർദ്ദേശം നൽകാനായി കാത്തുനിന്ന ചുണ്ടേൽ ടൗണിലും തെളിവെടുപ്പ് നടന്നു. കൊലപാതകത്തിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായ പ്രതികളുടെ പിതാവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും നവാസിന്റെ ബന്ധുക്കളും ആവശ്യപ്പെട്ടു. ഇതില് സുൽഫിക്കർ അവരെ ഇതിൽ ഇൻവോൾവ് ആണ്. അവനെ അറസ്റ്റ് ചെയ്താലും കേസ് മുന്നോട്ട് പോകില്ല. അത് തീർച്ചയാണ്. സുൽഫിക്കറിന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഇതിന് ഉള്ളിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവന്റെ പാപ്പാന്റെ അനിയൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അവനെ വിളിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അവനെ അറസ്റ്റ് ചെയ്തിട്ട് അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിസംബർ 2-നായിരുന്നു ഓട്ടോറിക്ഷയും താർ ജീപ്പും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ നവാസ് മരണപ്പെട്ടത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ വ്യക്തിവൈരാഗ്യം കൊണ്ടുള്ള ആസൂത്രിതമായി കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമായത്. Y3 SHO എം വിശ്വംഭരനാണ് അന്വേഷണ ചുമതല. അമൃത ന്യൂസ്, വയനാട്.